രഞ്ജിത്തെ, നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ ഗണേഷ് കുമാറിന്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാവരും കേട്ട ഒരു പ്രസ്താവനയാണ്, പ്രണയമില്ലാത്തവർ പൊട്ടന്മാരാണ്. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞത്, നമുക്കൊരു 30-40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രണയമില്ലെങ്കിൽ നീയൊക്കെ പൊട്ടന്മാരാണ്. അങ്ങനെ ഒരു രീതി ഉണ്ടോ? എന്ന് വെച്ചാൽ നമ്മൾ ഭാര്യയെ പ്രണയിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കുറച്ച് പ്രണയങ്ങൾ ആവശ്യമായിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ വിഷൻ അനുസരിച്ചിരിക്കും. അതാണ് എൻ്റെ ഒരു രീതി. ഇപ്പോൾ പാർട്ട്ണർക്ക് താല്പര്യമില്ലാത്തൊരു രീതിയാണ് അയാൾ പിന്തുടരുന്നുണ്ടെങ്കിൽ അവരെ ഡിവോഴ്സ് ചെയ്തിട്ട് അങ്ങനെയുള്ള പ്രണയങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അദ്ദേഹത്തിന്റെ ഐഡിയോളജി അനുസരിച്ച് അദ്ദേഹത്തിന് ഭാര്യയുണ്ട്. ഭാര്യയ്ക്ക് പുറമെയാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന 5000 പ്രണയങ്ങളുള്ളത്. 5000 എനിക്കത് അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. പ്രത്യേകിച്ച് ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, മറ്റുള്ളവർക്ക് മാതൃകയാക്കേണ്ട ഒരാൾ ആ രീതിയിൽ പറയുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് മോശമായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതല്ല, പുള്ളിക്കാരന് അങ്ങനെയൊക്കെയുള്ളതാണ് താല്പര്യം, അല്ലെങ്കിൽ ആ ഒരു ജീവിതശൈലിയാണ് താല്പര്യമെങ്കിൽ ആ തരത്തിലുള്ള പാർട്ട്ണറെ കണ്ടെത്തണം. ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ ഡിവോഴ്സ് ചെയ്തിട്ട് ആ വഴിക്ക് പോകണം. ഒരാളെ വെച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് പോകേണ്ട അതെപ്പോഴും നമുക്ക് ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടല്ലേ മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്താലും അത് തെറ്റെന്നല്ലേ പറയാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞനുസരിച്ച് എനിക്ക് മനസ്സിലായത്, ഒരു മധ്യവയസ്ക കഴിഞ്ഞ് ആ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരാളിൽ ഒതുങ്ങാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവരോട് നമുക്ക് ഇങ്ങനത്തെ പ്രണയവും അട്രാക്ഷനൊക്കെ തോന്നാം. ഗണേഷ് കുമാറിന് അത്തരത്തിലുള്ള അട്രാക്ഷൻ തോന്നുന്ന സ്ത്രീകളുമായി ലൈംഗിക ബന്ധം കൂടി അത് പീഡനങ്ങളായിരുന്നല്ലോ. കാരണം അതിനകത്തുള്ള വിക്ടിംസ് എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വ്യത്യസ്തമാവുന്നത്. ഇതിലെ വിക്ടിംസിന് ആർക്കും പരാതിയൊന്നുമില്ല. അല്ല, അതിൽ അതിജീവിതമാരെന്ന ലേബലാണുള്ളത്. അവര് പരാതി അല്ല, അവര് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഗണേഷ് കുമാറിന്റെ കേസിൽ ആരും പരാതി കൊടുത്തിട്ടില്ല. പരാതി കൊടുത്തത് ഭാര്യ മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എന്തായി? അല്ല, അത് കേസ് എന്ന് പറയുന്നത് അവരിതുവരെ അതിജീവിതമാരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല, ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ന്യായീകരണോ ഞാൻ പറയുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസാണ് ഇവിടെ ഉണ്ടായതെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ന്യായീകരിക്കും. അതിപ്പോ തീവ്രത കുറവായിരിക്കും. അതെ അതെ, അതാ ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ഇപ്പൊ ഗണേഷ് ഇപ്പൊ പറഞ്ഞ പോലെ മധ്യവയസ്ക ഒന്നിൽ ഒതുങ്ങാൻ പറ്റൂല, ഇത്ര ആൾക്കാരിലൊക്കെ എങ്ങനെ വിശ്വസിച്ച് ഇയാളെ വീട്ടിൽ കയറ്റും? ഓരോരുത്തർക്കും ഓരോ കുടുംബം ഉണ്ടല്ലോ. ഈ 5000 പ്രണയങ്ങളുള്ളത് ഈ 5000 കുടുംബങ്ങളാണെന്ന് ആലോചിക്കണം. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഈ 5000 കുടുംബങ്ങൾ ചതിക്കുകയാണോ ഇയാൾ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് കാണുന്ന ഒരു സ്ത്രീയോട് അദ്ദേഹത്തിന് അട്രാക്ഷൻ തോന്നുന്നു, അദ്ദേഹം തിരിച്ച് അവരോട് ആ രീതിയിൽ സമീപിക്കുന്നു, അവർക്കും ഓക്കെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം ആ ഒരു രീതിയിൽ ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരാതിയെങ്കിലും ഇയാൾക്കെതിരെ, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ മോശമായി പെരുമാറി എന്ന രീതിയിൽ വരുമല്ലോ. ഇതിനകത്തിൽ പരാതിപ്പെട്ടിട്ടുള്ളത് ഭാര്യമാർ മാത്രമാണ്. ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയും ഇവർക്ക്? അല്ല, ഭാര്യമാരെ സ്വാധീനിക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ കാരണം ഗണേഷ് കുമാറിന്റെ ആദ്യത്തെ കേസ് തന്നെ നമ്മൾ കണ്ടതാണ്. ആദ്യം ഈ ഗാർഹിക പീഡനത്തിലായിരുന്നു ഗണേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ ആലോചിക്കുന്നത്, ഇതിനു മുമ്പിട്ട് കുറെ ഇപ്പൊ സുരേഷ് ഗോപിയെ കളിയാക്കിക്കൊണ്ട്, സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്തിനാ ഞാൻ പറയുന്നത്? സുരേഷ് ഗോപിയെ മറ്റേ നോയിമ്പഞ്ഞ് മുടിച്ചതിന്റെ പേരിലൊക്കെ വിമർശിക്കുന്നുണ്ട്. പുള്ളിയെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു രീതിയുണ്ട്. മറ്റുള്ളവരെ കളിയാക്കാൻ ഭയങ്കര മിടുക്ക. സ്വന്തം കാര്യം വരുമ്പോഴത്തേക്കും 2 തട്ടി നിന്നുള്ള സംസാരം ഉണ്ടല്ലോ. അഭിനയം, ജീവിതത്തിലും രാഷ്ട്രീയത്തിലും അഭിനയം. അത് എനിക്ക് അദ്ദേഹത്തിന് ഒരു തെറ്റായിട്ട് നിലവിൽ ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഭാര്യയെ സ്വാധീനിക്കാൻ സമ്മതിക്കാൻ കഴിയൂല. ഇലക്ഷൻ വരൂല്ലേ, തെറ്റ് സമ്മതിക്കൂല. പക്ഷെ രഞ്ജിത്തെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഭാര്യ കഴിഞ്ഞ ദിവസം പരാതിപ്പെടുന്ന ഒരു സമയത്ത് ഇവര് മീഡിയയുടെ ഒരു മാധ്യമത്തിനോട് ടെലികോള് സംസാരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അവര് പറയുന്നത്, ഇത് നടക്കുന്നത് മന്ത്രിവസതിയിലാണ്. നടക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുമായി ഇദ്ദേഹം മോശപ്പെട്ട രീതിയിൽ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മന്ത്രിവസതിയിലാണ് നടക്കുന്നത്. പുറത്ത് ഇയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. എന്നിട്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭാര്യ വരുന്നു, ഇദ്ദേഹം ഇങ്ങനെ പോകുന്നുണ്ടെന്നുള്ള കാര്യം അവർക്കറിയാം. അപ്പോൾ ഇദ്ദേഹം ഈ ഭാര്യനെ പിടിച്ചു നിർത്തിയിട്ടുള്ളത് ഇവർക്ക് വേറെ അവിഹിത ബന്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ആ പ്രശ്നമുണ്ട് എന്ന രീതിയിൽ അങ്ങനെ ഇവരെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ്. നീ ആരോടെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കാണ് പ്രശ്നം എന്നുള്ളതും നിനക്ക് സംശയരോഗമാണെന്നുള്ളതും ഞാൻ ഇത് പാട്ടാക്കും, ആ രീതിയിൽ. അപ്പോൾ ഭാര്യ എന്ത് ചെയ്യുന്നു, രണ്ടും കൽപ്പിച്ച് മന്ത്രിവസതിയിലേക്ക് കയറി അങ്ങ് വരികയാണ്. കയറി വരുന്ന സമയത്ത് റൂമിൽ ഇതേപോലെ ഇവരെ 2 പേരെയും കണ്ടു. സ്ത്രീയുടെ പേരും വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല.
കാണുന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു, ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും ഒരു സിനിമാറ്റിക് രംഗങ്ങളാണ് അവർ വിശദീകരിക്കുന്നത്. ഇവരുടെ സെക്രട്ടറി വരുന്നു, ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു. അപ്പോഴത്തേക്കും ഇവര് ശ്രീലേഖ IPS വിളിക്കുന്നു, പോലീസ് വരുന്നു. അപ്പോഴത്തേക്കും ഗണേഷ് കുമാർ ആ പെൺകുട്ടിയെ പിൻവാതിലിലൂടെ കാറി കയറ്റി പറഞ്ഞു വിടുന്നു. എന്നിട്ട് പോലീസ് വരുമ്പോഴത്തേക്കും ഇയാൾ എന്ത് ചെയ്യുന്നു, തിരിച്ച് റൂമിൽ കയറി കതകടയ്ക്കുന്നു. ഇതാണ് അവിടെ നടന്നിട്ടുള്ള രംഗങ്ങൾ എന്ന് പറയുന്നത്. ഇവരുടെ കയ്യിൽ ഫോട്ടോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ബാക്കിയൊക്കെ ഏകദേശം ഒരു സിനിമാ രംഗങ്ങൾ പോലെ തന്നെയാണ് തോന്നുന്നത്. ജീവിതത്തിൽ അതേ സിനിമയെ പകർത്തുകയാണോ ഗണേഷ് കുമാർ ചെയ്യുന്നത്? നമുക്ക് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഇപ്പൊ ഈ നടന്ന സംഭവം മറ്റു പാർട്ടിക്കാരിൽ ആരെങ്കിലും ആയിരുന്നു ചെയ്തിരുന്നതെങ്കിൽ ഗണേഷ് കുമാർ എങ്ങനെ പ്രതികരിച്ചേനെന്ന് മാത്രം ഉറപ്പായിട്ടും പറഞ്ഞേനെ. ഇപ്പൊ MLA സ്ഥാനമാണെങ്കിൽ MLA സ്ഥാനം രാജിവെച്ച് പോകാൻ പറഞ്ഞേനെ, മന്ത്രിസ്ഥാനമാണെങ്കിൽ ഒഴിവാക്കാൻ പറഞ്ഞേനെ, അല്ലെങ്കിൽ ഇനിയിപ്പോ മുഖ്യമന്ത്രിയുടെ പേരാണെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞേനെ രാജി ആവശ്യപ്പെട്ടേനെ. ഇതിൽ ഏതെങ്കിലും നിലപാടായിരിക്കും സ്വീകരിക്കുക. ഇയാളുടെ ഒരു വൃത്തിയട്ട രീതിയിലുള്ള കളിയാക്കലുണ്ട് മറ്റുള്ളവരെ. എവിടെ നിന്നിട്ട് അയാൾ സംസാരിക്കുന്നുള്ള അയാൾ മനസ്സിലാക്കുന്നില്ല. MLA മാരാണെങ്കിൽ ഇദ്ദേഹം പറയുന്നത് MLA സ്ഥാനം രാജിവെക്കണം, ഇനി മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും രാജിവെച്ച് പുറത്തു പോകണമെന്ന നിലപാടാണ് ഗണേഷ് കുമാറിന്റെ പൊതുവേ ഉള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ചിലപ്പോ പ്രായം കൂടുന്നതനുസരിച്ച് ഇദ്ദേഹത്തിന്റെ തോന്നലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്നെ കാണുന്ന എല്ലാവർക്കും എന്നോട് പ്രണയമാണ്. അതേപോലെ പ്രണയം എന്ന് പറയുന്നത് പുള്ളിയെ സംബന്ധിച്ച് നോക്കി കണ്ടു ഇഷ്ടപ്പെട്ടു മനസ്സിൽ വെക്കുന്ന രീതിയല്ല. ഈ പറയുന്ന പെൺകുട്ടികളെ മന്ത്രിവസതിയിലേക്ക് കൊണ്ടുവന്ന് അവര് തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ഈ പറയുന്ന പ്രണയത്തിന്റെ അവസാന ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ഇനി എന്ത് പറയാനാ? അല്ല, ഇത്തരത്തില് നിങ്ങൾക്ക് ഭാര്യയല്ലാതെ ഇതില്ലാത്ത ആൾക്കാർ പൊട്ടന്മാരാണോ? അതാണ് ഒരു പ്രധാന ചോദ്യം. അദ്ദേഹം പറയുന്നത് ഇതില്ലാത്ത പുരുഷന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ പൊട്ടന്മാരാണ്. അത് പുള്ളിയുടെ ഐഡിയോളജി. അത് പുള്ളി അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ പൊട്ടന്മാരാണോ? ഭാര്യയ്ക്ക് പരാതി ഇല്ലാത്തടത്തോളം കാലം നമുക്ക് ഗണേഷ് കുമാറിനെ പോയി അറസ്റ്റ് ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇദ്ദേഹം ഈ പറയുന്ന പ്രണയങ്ങളുടെ കൂട്ടത്തിലുള്ളതെന്നും ഒരു പരാതി പോലും ഇയാൾക്കെതിരെ വന്നിട്ടില്ല, നിലവിൽ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അതേപോലെ ഇദ്ദേഹത്തിന്റെ ആ ഒരു പുച്ഛം, ധാഷ്ട്യം ഇത് ഓൾറെഡി ഈ ഒരു വിഷയത്തിലും ഉണ്ട്. അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ്. എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ ഭാര്യയെ കൊണ്ട് പരാതി കൊടുത്തത് മന്ത്രിവസതിയിൽ വെച്ച് ഒരു പെണ്ണിന്റെ കൂടെ പിടിച്ചിട്ടാണ്. ആ സമയത്ത് ഇദ്ദേഹം അത് ക്രെഡിറ്റ് ആയിട്ട് എടുത്തിട്ടാണ് പറയുന്നത്, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, അത് എൻ്റെ പൗരുഷത്തിന്റെ എന്തോ ഒരു കൊടുമുടിയിലെ ഒരു കാര്യമാണ്, നിനക്കൊക്കെ അതില്ലെങ്കിൽ നീയൊക്കെ പൊട്ടന്മാരാണ്. മഹാപ്രതിഭകളെയൊക്കെ കണ്ടില്ലേ, അവർക്കൊക്കെ എത്ര പ്രണയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, അവരുടെ പ്രണയങ്ങൾ അങ്ങനെയായിരുന്നു, എൻ്റെ പ്രണയങ്ങൾ ഇങ്ങനെയാണ്, ഇത് നിനക്കൊന്നും ഇല്ലെങ്കിൽ നിനക്കൊക്കെ അതുകൊണ്ട് സാധിക്കാത്തത് കൊണ്ടുള്ള വിഷമമാണ്. ന്യായീകരണം പറയുമ്പോൾ കുറച്ച് ക്വാളിറ്റിയോടൊക്കെ പറയണമല്ലോ, കുറച്ച് കവികളെയും ആൾക്കാരെയൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു ഒത്തുതീർപ്പിലേക്ക് പോകരുതായിരുന്നു ശരിക്കും. ഇത് പറയാൻ കഴിയില്ല. ഇപ്പൊ ഒത്തുതീർപ്പിൽ പോയാലും ഇല്ലേലും ഇയാളെ പോലെ ഒരാൾ വേണോ വേണ്ടോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ, അതല്ലേ വേണ്ടത്. ഇപ്പൊ അങ്ങനെ ഇല്ലാത്തവന്മാര് പൊട്ടന്മാരാന്ന് ഇയാൾ എന്ത് ഉദ്ദേശത്തിലാണ് പറഞ്ഞത്, എന്ത് കാര്യത്തിലാണ് പറഞ്ഞത്? അപ്പൊ ഇയാൾക്ക് വോട്ട് ചെയ്ത ആൾക്കാരെല്ലാം പൊട്ടന്മാരാണോ? ആയിരിക്കും, പറയായിരിക്കും. അല്ല, പുള്ളിയുടെ മുമ്പിലേക്ക് കാണുന്ന എല്ലാവരെയും ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്റെ മൈൻഡില് ഇങ്ങനെ ഒരു ചിന്താഗതിയാണ്. ഇപ്പൊ എന്റെ മുമ്പിലേക്ക് വരുന്ന ഒരാൾക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പൊ ഞാൻ നിങ്ങളെ എങ്ങനെ ഇരിക്കും, ഇവന് കണ്ടില്ലേ ഒരു ആളുടെ കൂടെ മാത്രം നിൽക്കുന്നു, എന്റെ കൂട്ട് ലൈഫ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഗണേഷ് കുമാർ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലെ പ്രണയം, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്നത്. എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ ജീവിക്കും. അത് തെറ്റാണോ എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഉപദ്രവമല്ലാത്ത രീതിയിൽ എന്തുണ്ടായാലും അത് വേറൊരാൾ വിമർശിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എനിക്ക് എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് എൻ്റെ പ്രണയം ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് ഇത്ര വയസ്സിൽ കല്യാണം മതി, അല്ല ഞാൻ ഏകപത്നി വ്രതനായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇയാൾക്ക് പറയാൻ പറ്റുമോ പൊട്ടനാന്ന്? ഞാൻ എൻ്റെ രീതി അതാ, ഞാൻ കൊണ്ടുപോകുന്ന ലൈഫ് സ്റ്റൈൽ അതാ, എനിക്ക് സന്തോഷം കിട്ടുന്ന അതാ. എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യം മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലെങ്കിൽ അത് നോക്കിയാൽ പോരാ ഞാൻ. അപ്പോൾ അങ്ങനെയുള്ളവരെ പൊട്ടന്മാരെന്നൊക്കെ വിളിക്കുന്ന ഇയാളുടെ ഐഡിയോളജിയെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കും. രഞ്ജിത്തെ, നമ്മുടെ ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നതാണ് കഥ. അതിൽ പ്രണയങ്ങളൊന്നുമല്ല, അതൊരു കഥയുമായി ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് കൃഷ്ണൻ അത്രയും വരെ കല്യാണം കഴിച്ചതാണ്. അപ്പോ ഗണേഷ് കുമാർ 5,000-ൽ നിൽക്കുകയാണ്. ഒന്ന് ആഞ്ഞു ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 16,008 നമുക്ക് പൊട്ടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചരിത്രം, ഇത് ചരിത്രത്തിൽ ആദ്യമായി, അതും കേരള മണ്ണിലേക്ക് ആ ഒരു ഈ റെക്കോർഡുകളൊക്കെ വരില്ലേ, ഗിന്നസ് റെക്കോർഡുകളൊക്കെ പോലെ
ആദ്യമായി ഒരു 16,008 എന്നുള്ളതിന് ഒരു 17,000 ഇരിക്കട്ടെ, ഇപ്പൊ എന്തായാലും 5,000 എത്തിയില്ലേ, ബാക്കി ഒരു 12,000 കൂടെ ആഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ കൃഷ്ണനെ ഗണേശൻ തോപ്പിച്ചു. അതെ, ശ്രീകൃഷ്ണനെ തോപ്പിച്ച ആദ്യ മനുഷ്യൻ അത് ചിലപ്പോ ഗണേഷ് കുമാർ ആയിരിക്കും. ആ ഒരു റെക്കോർഡ് നമ്മുടെ കേരള സർക്കാരിന്റെ ലേബലിൽ തന്നെ നമുക്ക് നേടാൻ പറ്റും. അത് ഈ പറയുന്ന രീതിയിൽ ഈ പൊട്ടന്മാരൊക്കെ കാണട്ടെ താങ്കൾക്ക് ആ ഒരു അവാർഡ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വരുന്നത്. എന്തായാലും താങ്കളുടെ ഐഡിയോളജി കൊണ്ട് ഇത്രയധികം ഐഡിയാസ് അല്ലെങ്കിൽ പുതിയ പുതിയ ആശയങ്ങളാണ് പൊതുജനങ്ങളിലേക്ക് എത്തിച്ചത്. വികസന പദ്ധതികൾ പോലെ തന്നെ താങ്കളുടെ ആശയങ്ങളും വളരെ ശ്രദ്ധാർഹമായി ജനങ്ങൾ വീക്ഷിക്കുക തന്നെയാണ്. അതെ.